ചേരുന്നത് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ CJ റോയിയെ ബാംഗ്ലൂരിലെ ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സെൻട്രൽ ബാംഗ്ലൂരിലെ റിച്ച്മണ്ട് സർക്കിളിന് സമീപമുള്ള സ്വന്തം ഓഫീസിനുള്ളിലാണ് വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. CJ റോയ് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന IT മേഖലയുടെ റെയ്ഡ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇതേ റെയ്ഡ് നടത്തിയിരുന്ന ഓഫീസേഴ്സ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു ഈ ഓഫീസിലേക്ക്. അതിനുശേഷം 1.5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ശേഷം ഓഫീസ് മുറിയിലേക്ക് പോയ ഉടൻ തന്നെ ഒരു ശബ്ദം കേൾക്കുകയായിരുന്നു റോയിയുടെ മുറിയിൽ നിന്നും. ആ ശബ്ദം കേട്ട് ഓടിയെത്തുമ്പോൾ തന്നെ റോയ് മരിച്ച നിലയിലായിരുന്നു. വെടിയേറ്റ് മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. റോയ് സ്വയം ആത്മഹത്യ ചെയ്തതാണോ അതിൽ മറ്റാരെങ്കിലും അപായപ്പെടുത്തിയതാണോ അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണമായി വരുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നത്. ഓഫീസ് വളപ്പിനുള്ളിൽ വെടിയൊച്ച കേട്ടെത്തിയ ജീവനക്കാരാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അദ്ദേഹത്തെ കണ്ടത്. ഉടൻ തന്നെ HSR ലേഔട്ടിലെ നാരായണ ഹൃദയാലയ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. സംഭവ സ്ഥലത്ത് എത്തിയ ബാംഗ്ലൂരു സിറ്റി പോലീസ് കൂടുതൽ നടപടികൾ സ്വീകരിച്ചു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തോക്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ ലൈസൻസ് ഉള്ള തോക്കാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ IT പ്രൊഫഷണലുകളുടെ ഈ മടയിൽ തന്നെയായിരുന്നു, ഒരു റഡാറിൽ തന്നെയായിരുന്നു CJ റോയ് ഉണ്ടായിരുന്നത്. കാരണം ചില കണക്കുകൂട്ടലുകൾ പാളുന്നുണ്ട്, അല്ലെങ്കിൽ ചില തെറ്റായ രീതിയിലേക്ക് CJ റോയ് പോയോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. തന്നെ വിശ്വസിച്ച് മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന, തന്നെ വിശ്വസിച്ച് നിരവധി പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ തെറ്റിദ്ധരിക്കുമോ, അല്ലെങ്കിൽ പുറത്തു വരാൻ പോകുന്ന ചില EDയുടെ കണ്ടെത്തലുകൾ അതൊരു പക്ഷേ ഈ CJ ജോയ് എന്ന വിഗ്രഹം വീണുടയുന്ന തരത്തിലായിരിക്കുമോ നടക്കമുള്ള ഭയമായിരിക്കാം ഒരു പക്ഷേ ഇത്തരം രീതിയിലേക്ക് എത്തിയത്. ഇല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേര് പറയുമെന്ന ഭയത്തിൽ ഇദ്ദേഹത്തെ വകവരുത്തിയതാണോ എന്നടക്കമുള്ള സംശയവും ഉയരുന്നുണ്ട്. എന്തായാലും മരണത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ബിസിനസ് സമ്മർദ്ദങ്ങളാണോ അതോ മറ്റ് വ്യക്തിപരമായ കാരണങ്ങളാണോ സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും സാന്നിധ്യമുള്ള പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ്. ഈ വ്യവസായ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ഡോക്ടർ റോയ് CJ. കേരളത്തിലും കർണാടകയിലുമായി നിരവധി ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. ഈ സമുദ്ര സംബന്ധമായ ജോലികൾക്ക് ശേഷമാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് റോയ് കടന്നു വന്നത്. വിദ്യാഭ്യാസം, ഹൃദയ ശസ്ത്രക്രിയ, ഡയാലിസിസ് ക്യാമ്പുകൾ, വീട് നിർമ്മാണം എന്നിവയ്ക്ക് കോൺഫിഡൻസ് ഫൗണ്ടേഷൻ വഴി വലിയ സഹായങ്ങൾ നൽകി വരികയായിരുന്നു. 200-ലധികം വിദ്യാർത്ഥികൾക്ക് ₹1 കോടി സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ്. കോൺഫിഡൻസ് ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി, എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിംഗ് എന്നീ മേഖലകളിലും പങ്കുവച്ചിട്ടുണ്ട്. ഡോക്ടർ റോയ് CJയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഗ്രൂപ്പ് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ മുൻനിര ബിൽഡർമാരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എങ്കിലും അടിസ്ഥാന സൗകര്യ വികസനം, ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ, വിനോദം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിങ്ങനെ 6 പ്രധാന മേഖലയിലായി ഈ ഗ്രൂപ്പ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നേട്ടങ്ങൾ, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രധാന ശക്തി അതിന്റെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകളാണ്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വീടുകൾ മുതൽ ആഡംബര വില്ലകളും ടൗൺഷിപ്പുകളും വരെ ഇവർ നിർമ്മിക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന പ്രൊജക്ടുകൾ, അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, ടൗൺഷിപ്പുകൾ, വാണിജ്യ സമുച്ചയങ്ങൾ, മാളുകൾ, സോഫ്റ്റ്വെയർ പാർക്കുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവ ഉൾപ്പെടെ 100-ലധികം പ്രോജക്ടുകൾ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രധാന കേന്ദ്രങ്ങൾ കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, കോട്ടയം തുടങ്ങിയ നഗരങ്ങളിലും കർണാടകയിലെ ബാംഗ്ലൂരു, UAEയിലെ ദുബായിലും ഗ്രൂപ്പിന് ശക്തമായ സാന്നിധ്യമുണ്ട്. ഗുണമേന്മ, നൂതന നേതൃത്വം, കൃത്യസമയത്തുള്ള കൈമാറ്റം, നിയമപരമായ സുതാര്യത എന്നിവ ഉറപ്പുവരുത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വിശ്വസ്തരായ ബിൽഡർമാരിൽ ഒരാളായി ഇവർ അറിയപ്പെടുകയായിരുന്നു. എന്നാൽ ഈ വിശ്വാസ്യതയും ഇതൊക്കെ തന്നെ തകരാൻ പോകുന്ന നീക്കം മുൻകൂട്ടി കണ്ടിട്ടാണോ ആത്മഹത്യ എന്നറിയില്ല. ഇല്ലെങ്കിൽ അത് തകർക്കാൻ കഴിവുള്ള ആരുടെയെങ്കിലും പേര് റോയ് പറഞ്ഞത് മൂലമാണോ ഇത്തരത്തിലൊരു അപകടം നടന്നതെന്നും അറിയില്ല. അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളും ഉടലെടുക്കുകയാണ്. കേരള രജിസ്ട്രേഷനിലും മറ്റ് മുൻപന്തിയിലാണ് ഈ ഗ്രൂപ്പ്. മറ്റ് സംരംഭങ്ങൾ, റിയൽ എസ്റ്റേറ്റിന് പുറമെ തന്നെ വിദ്യാഭ്യാസം, ആതിഥ്യം തുടങ്ങിയ മേഖലകളിലും കോൺഫിഡൻസ് ഗ്രൂപ്പ് സജീവമാണ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്കൂളുകൾ സ്ഥാപിക്കുകയും ദക്ഷിണേന്ത്യയിൽ ഉടനീളം ഹോട്ടലുകളും റിസോർട്ടുകളും സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിന്റെ ലക്ഷ്യം ഓരോരുത്തരുടെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്ന
ദർശനത്തോടെയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഉപഭോക്താക്കൾ നൽകിയ വിശ്വാസമാണ് തങ്ങളുടെ വളർച്ചയുടെ അടിസ്ഥാനമെന്ന് ഗ്രൂപ്പ് എടുത്തു പറയുന്നു. ഡോക്ടർ റോയി CJ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനും കേരളത്തിലെയും ബാംഗ്ലൂരിലെയും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അധികാരിയിൽ ഒരാൾ ആണ് ഡോക്ടർ റോയി CJ. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനും ആണ് ഇദ്ദേഹം. റിയൽ എസ്റ്റേറ്റ് കൂടാതെ മറ്റ് പല മേഖലകളിൽ 6ഓളം മേഖലകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. സിനിമയിലടക്കം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ഏഷ്യാനെറ്റ് TVയിലും ഒക്കെ തന്നെ മറ്റെല്ലാ ചാനലുകളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള ചില വാർത്തകളും അറിയുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമ, കായികം, സാമൂഹ്യ പ്രവർത്തനം എന്നീ മേഖലയിലും സജീവമാണ്. മലയാളത്തിലും കന്നഡയിലുമായി 10ഓളം ഫീച്ചർ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. മോഹൻലാൽ നായകനായ മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം പോലെയുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ സഹനിർമ്മാതാവ് കൂടിയാണ്. 2016 ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്കൻ ടീമിന്റെയും 2013 14 വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെയും ഔദ്യോഗിക സ്പോൺസർമാരായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ്. സാമൂഹ്യ പ്രതിബദ്ധത, നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുക, പ്രളയബാധിതർക്ക് വീടുകൾ നിർമ്മിക്കുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായി ഏർപ്പെട്ടിരുന്നു. ഡോക്ടർ റോയി CJയുടെ ഉടമസ്ഥയിലുള്ളതും മാധ്യമ ശ്രദ്ധ നേടിയതുമായ ഒരു ആഡംബര വസതിയാണ് ഫീച്ചർ റോയൽ. ഇതൊരു പൊതു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട് അല്ല, മറിച്ച് ചെയർമാൻ സ്വന്തം ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച വ്യക്തിഗത വസതിയാണ്. കൊച്ചി നഗരത്തിലെ ഒരു പ്രധാന സ്ഥലത്താണ് ഈ വസതി സ്ഥിതി ചെയ്യുന്നത്. ആഡംബരത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ ഇതൊരു നാഴികക്കല്ലായി കാണപ്പെടുന്നുണ്ട്. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ നിർമ്മാണ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്ന ഒരു മാതൃക കൂടിയാണ് ഈ ടവർ. തനിക്ക് പ്രിയപ്പെട്ട കാറുകൾ, പ്രത്യേകിച്ച് റോൾസ് റോയ്സ് കാറുകൾക്ക് വേണ്ടി പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ രൂപകൽപ്പന ചെയ്ത ഒരു വലിയ കെട്ടിടമാണ് ഫീച്ചർ റോയൽ എന്ന പേര്. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഫീച്ചർ ശ്രേണിയിലുള്ള പ്രൊജക്ടുകളുടെ പേരുമായി സാമ്യമുള്ളതും റോൾസ് റോയ്സ് പോലെയുള്ള ആഡംബര കാറുകളോട് ഉള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നതുമാണ്. എന്തായാലും ഈ ആഡംബരമെല്ലാം തന്നെ അവസാനിക്കാൻ പോകുന്നു എന്ന ഭയമായിരിക്കുമോ അദ്ദേഹത്തെ ഈ ഒരു നീക്കത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന ചോദ്യം അപ്പോഴും ബാക്കി.